ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് ബ്രൂവറിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് രമേശ് ചെന്നിത്തല. പോഷ് നിയമപ്രകാരമുള്ള ആഭ്യന്തര കമ്മിറ്റികൾ എല്ലാ സ്ഥാപനങ്ങളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ MP സൂര്യദാസിന് NITയുടെ ആദരം. തെരുവ് നായശല്യത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പന്നിയങ്കര ഹെൽത്ത് ഓഫീസിന് മുന്നിൽ ലീഗ് വനിതാ കമ്മിറ്റിയുടെ പ്രതിഷേധ സംഗമം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പാലക്കാട് ബ്രൂവറിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇതിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൻതോതിൽ ജലദൂഷണം ഉണ്ടാകാൻ പോകുന്നു, ആ കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്ന, സാധാരണക്കാർക്ക് പ്രയാസം ഉണ്ടാകാൻ പോകുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, കൊക്കക്കോള കമ്പനിയെ പൂട്ടിക്കാൻ വേണ്ടി എത്രയോ ദിവസം സമരം ചെയ്തു. ആ കമ്പനി എത്ര കോടി രൂപയുടെ അങ്ങനെയായിരുന്നെങ്കിൽ എന്നാ സമരത്തിന് പോയത് തെറ്റാണെന്ന് പിണറായി പറയണ്ടേ, മുഖ്യമന്ത്രി പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. എത്രായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. എന്താ ആ ഇൻവെസ്റ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതിയോ? ആളുകൾ പണം മുടക്കാൻ വരുമ്പോൾ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു നോക്കട്ടെ. കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ നോക്കട്ടെ. അവിടെ മഴ കിട്ടുമെന്ന് പറഞ്ഞു, എവിടുന്ന് മഴവെള്ളം കിട്ടും? അല്ലെങ്കിൽ മഴവെള്ളം സംഭരിച്ച് ഇത്രയും വലിയ ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ? ഇത് ആരോടാ പറയുന്നത്? കൊക്കക്കോളയെ കെട്ടുകെട്ടിക്കാൻ സമരം നടത്തിയ ഇടതുപക്ഷമാണ് 600 കോടിയുടെ പാലക്കാട് ബ്രൂവറി പദ്ധതി കൊണ്ടുവരുന്നതെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കുടിക്കാൻ പോലും വെള്ളം ലഭിക്കാത്ത സ്ഥലമാണ് പാലക്കാട്. CPIയും RJDയും ഈ വിഷയത്തിൽ ഒത്തുകളിക്കുകയാണ്. ഇരു പാർട്ടികളും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ കരിമ്പട്ടികയിലുള്ള കമ്പനിയാണ് ഒയാസിസ് എന്നും ഏത് കുത്തകകളെയും വിളിച്ചു വരുത്താൻ ഈ സർക്കാരിന് മടിയില്ലെന്നും പിണറായി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉടൻ സ്ഥലം സന്ദർശിക്കുമെന്നും ചെന്നിത്തല കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പോഷ് നിയമപ്രകാരമുള്ള ആഭ്യന്തര കമ്മിറ്റികൾ എല്ലാ സ്ഥാപനങ്ങളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. ജില്ലാതല അദാലത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. തൊഴിലിടങ്ങളിലുള്ള പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമം അനുശാസിക്കുന്ന, പോഷ് ആക്ട് അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനങ്ങൾ എല്ലാ തൊഴിലിടങ്ങളിലും സജ്ജമായിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടെ നമ്മൾ ചൂണ്ടിക്കാട്ടുകയാണ്. തുടർച്ചയായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരാതി പരിഹാര സംവിധാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകൃതമായിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടത് പ്രവർത്തനക്ഷമമല്ല എന്നുള്ള പ്രശ്നം കൂടി കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയാണ്. തീർച്ചയായും ഒരു നിയമ അവബോധമുള്ള സമൂഹമായി കേരളം മാറേണ്ടുന്നതിൻ്റെ അനിവാര്യതയാണ് ഈ കമ്മീഷന്റെ സിറ്റിംഗിലൂടെ ഞങ്ങൾക്ക് ബോധ്യമാകുന്നത്. സ്ത്രീകളുടെ പരിരക്ഷയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനുള്ള വിവിധ സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകൾക്കിടയിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കാനുള്ള ഇടപെടലുകൾ കമ്മീഷൻ നിരന്തരമായി നടത്തി വരുന്നുമുണ്ട്. എന്നാലും സ്ത്രീകളിൽ വേണ്ടത്ര നിയമാവബോധം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നും കമ്മീഷൻ അധ്യക്ഷ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ജില്ലാതല അദാലത്തിൽ 15 പരാതികൾ തീർപ്പാക്കി. 6 പരാതികൾ നിയമസഹായത്തിനായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് കൈമാറി. 4 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി. 45 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു. ആകെ 71 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്.
7 പുതിയ പരാതികളും ലഭിച്ചു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, അഭിഭാഷകരായ അഭിജ, ശരൺ പ്രേം, കൗൺസിലർമാരായ സുധിന, സനുഷ്, സുനിഷ റിനു, സബിന രൺദീപ്, സി അവിന, കോഴിക്കോട് വനിതാ സെൽ CPO രമ്യ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ MP സൂര്യദാസിന് കോഴിക്കോട് NIT-യുടെ ആദരം. NIT സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ NIT ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ പൊന്നാടി അണിയിച്ച് മെമന്റോ സമ്മാനിച്ചു. കോഴിക്കോട് NIT സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി ന്യൂസ് എഡിറ്റർ MP സൂര്യദാസിനെ NIT ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ ആദരിച്ചു. പതിറ്റാണ്ടുകളായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവസരം നിഷേധിക്കപ്പെട്ട് കഴിയുന്ന ആദിവാസി ഗോത്ര വിഭാഗം വിദ്യാർത്ഥികളുടെ പ്രയാസം തുറന്നു കാണിച്ച് MP സൂര്യദാസ് 2015 നൽകിയ വാർത്തയാണ് 2024 സ്കൂൾ കലോത്സവത്തിൽ ആദിവാസി ഗോത്ര മേഖലകളിൽ നിന്നും 5 ഇനങ്ങൾ ഉൾപ്പെടുത്താൻ കാരണമായതെന്ന് പ്രസാദ് കൃഷ്ണ വ്യക്തമാക്കി. സാമൂഹിക പ്രസക്തിയുള്ള ഇത്തരം ഒട്ടേറെ വിഷയങ്ങൾ സമൂഹത്തിനു മുന്നിൽ തുറന്നു കാണിക്കാൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സൂര്യദാസ് നടത്തിയ ഇടപെടൽ പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പത്രപ്രവർത്തകന് എങ്ങനെ സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം, ഈവൻ ഭരണാധികാരികളെ അവരുടെ ഇപ്പൊ ഈ സ്കൂൾ ഫെസ്റ്റിവലിലെ ഗോത്രവർഗക്കാരുടെയും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെയും ഐറ്റംസ് വന്നത് മാത്രമല്ല, ചില കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്ന പലർക്കും കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ മടി കാണിക്കുന്ന ഈ ഭരണകർത്താക്കളെ വരെ തുടിപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ. അതിനുശേഷം അവർ ആക്ഷേപിക്കുകയും ചെയ്തു. കിട്ടേണ്ട പാവപ്പെട്ടവർക്ക് അവരുടെ ആ അർഹതമായ വിഹിതം അവർക്ക് കിട്ടാനും അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ. ചടങ്ങിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം ചെയർപേഴ്സൺ ഡോക്ടർ R ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ ആൻഡ് റിസർച്ച് സ്കോളർ ഇൻ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രൊഫസർ വർഗീസ് മാത്യു, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ TK സിന്ധു, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ R സുഭാഷിണി, ഡീൻ ഡോക്ടർ MS സുനിത, സ്റ്റുഡൻസ് വെൽഫെയർ ഡീൻ ഡോക്ടർ സത്യാനന്ദ പാണ്ഡെ, ഡോക്ടർ MK രവിവർമ്മ, സെന്റർ ഫോർ യോഗ ആൻഡ് ഹോളിസ്റ്റിക് വെൽനസ് ചെയർപേഴ്സൺ ഡോക്ടർ AK കസ്തൂർബ എന്നിവർ സംസാരിച്ചു. MP സൂര്യദാസ് മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരുവ് നായ ശല്യത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പയ്യാനക്കൽ മേഖല വനിതാ ലീഗ് പ്രതിഷേധ സംഗമം നടത്തി. പന്നിയങ്കര ഹെൽത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ഭരണം സർവത്ര അഴിമതിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ജനങ്ങൾക്ക് ഭീതി പടർത്തിക്കൊണ്ട് തെരുവ് നായ ശല്യം രൂക്ഷമായിട്ടും നിസ്സംഗത കാണിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ നടപടികൾക്കെതിരെ പയ്യാനക്കൽ മേഖല വനിതാ ലീഗ് കമ്മിറ്റി പന്നിയങ്കര ഹെൽത്ത് ഓഫീസിന് മുൻവശം പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളെ ഭീതിയിലാക്കി ഉപദ്രവം ഉണ്ടാക്കുമ്പോൾ സാധാരണക്കാർക്ക് മരുന്ന് ലഭ്യമാക്കാതെ ഗവൺമെന്റ് ആശുപത്രികളിലൂടെ സർക്കാർ ജനങ്ങളെ ഭീതിപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സിനിമാ നടൻ വിനായകൻ വിവസ്ത്രനായി അസഭ്യം പറയുമ്പോൾ പിണറായി വിജയൻ അഴിമതിയിൽ മുങ്ങി വിവസ്ത്രനായി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പൂർണ്ണനഗ്നനായിട്ടൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് ഇവിടെ. കേരളത്തിലെ മുഖ്യമന്ത്രി വിഡ്ഢിവേഷം കെട്ടിയ രാജാവ് എന്നുള്ള രൂപത്തിൽ പൂർണ്ണനഗ്നനാണ് അദ്ദേഹം. ഇന്നലെയാണ് കേരളത്തിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് വന്നത്. കോവിഡ് കാലത്ത് കൃത്യമായി അഴിമതി നടന്നിരിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന റിപ്പോർട്ടാണ്. അന്ന് പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട്. 2020 മാർച്ച് മാസം 28-ാം തീയതി കേരള ഗവൺമെന്റ് കോവിഡ് കാലത്ത് ഉപയോഗിക്കാനുള്ള കോവിഡ് കിറ്റുകൾക്ക് വാങ്ങുന്ന ഒരു ഓർഡർ കൊടുത്തു. അത് 550 രൂപക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, കൊടിയ അഴിമതിയാണ്. 2020 മാർച്ച് 28 നിന്ന് മാർച്ച് 30 2 ദിവസമുള്ളൂ. മാർച്ച് 30 അയാൾ ചെയ്തിട്ടുള്ളത് ഈ 550 പകരം അതിന്റെ 3 ഇരട്ടി വലിപ്പം 1550 രൂപക്കാണ് 15,000 കോവിഡ് കിറ്റുകൾ ഇറക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. എന്തുകൊണ്ട്? പരിപാടിയിൽ മേഖലാ വനിതാ ലീഗ് പ്രസിഡന്റ് VP സൈഫുനിസ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PV അവറാൻ, മുൻഷീറ സാദത്ത്, PV ഷംസുദ്ദീൻ, M മുഹമ്മദ് മദനി, ഷെറീന റിയാദ്, PT അഷറഫ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫോർവേഡ് ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തി ആഘോഷം നടത്തി. UDF ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി സ്ഥാപക നേതാവ് സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാം ജയന്തി ആഘോഷവും ദേശസ്നേഹ ദിനാചരണവും സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി UDF ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ കോൺഗ്രസിൽ നിന്ന് നയങ്ങൾക്ക് വിരുദ്ധമായി രണ്ട് പ്രധാന രാഷ്ട്രീയ മൂവ്മെന്റുകൾ അദ്ദേഹം ആരംഭിച്ചു. ഒന്ന് INA, അത് വലിയ സംഭവമാണ്. ഇതെല്ലാം കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന സത്യാഗ്രഹ, നിസ്സഹരണ, സമര രീതികൾക്കപ്പുറം ഒരു സ്വതന്ത്ര രാജ്യവും അതിനുള്ള സേനാ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു അധിപനായി, ഇന്ത്യയുടെ ഭരണാധികാരിയും അദ്ദേഹം ലോക രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ്. ജില്ലാ സെക്രട്ടറി രാംദാസ് വേങ്ങേരി അധ്യക്ഷനായിരുന്നു. ഇന്ന് രാജ്യം മുഴുവൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജയന്തി ആഘോഷം വിപുലമായ പരിപാടികൾ നടക്കുകയാണ്. ബംഗാളിലൊക്കെ തന്നെ ഒരു ആഘോഷം പോലെയുള്ള പരിപാടികളാണ്. തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ബംഗാൾ കഴിഞ്ഞ തമിഴ്നാട്ടിൽ വളരെ ഗംഭീരമായ പരിപാടികൾ നടക്കുന്നുണ്ട്. കേരളത്തിന്റെ 14 ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. TM സത്യജിത്ത് പണിക്കർ, ഗണേഷ് കാക്കൂർ, സംഗീത് ചേവായൂർ, M വിനയൻ, റാണി ജോയ്, MV വൈശാഖ്, റഫീഖ് പൂക്കാട്, തങ്കം പറമ്പിൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ജനുവരി 30 പേരാമ്പ്രയിൽ നടക്കും. മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന പ്രമേയത്തെ ആസ്പദമാക്കി സമസ്ത സെന്റിനറിയുടെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്നതാണ് സമ്മേളന പ്രമേയം. മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികൾ, പ്രധാന അധ്യാപകരും ഉൾപ്പെടെ 1500ഓളം പ്രതിനിധികളെയാണ് ഞങ്ങൾ സമ്മേളനത്തിന് പ്രതീക്ഷിക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി മാനവ സാഹോദര്യം, മതസഹിഷ്ണുത, രാജ്യസ്നേഹം പഠിപ്പിക്കുന്ന മദ്രസ പ്രസ്ഥാനത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, അതിന്റെ നിജസ്ഥിതി പൊതുജനത്തെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കോഴിക്കോട്ടും വടകരയിലും 2 സെമിനാറുകൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തുകയുണ്ടായി. ജില്ലാ സമ്മേളനവും പ്രത്യേകിച്ച് ഈ വിഷയം ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ 600ഓളം മദ്രസകളിലെ മാനേജ്മെന്റ് ഭാരവാഹികളും പ്രധാന അധ്യാപകരും ഉൾപ്പെടെ 1500 പ്രതിനിധികൾ SMA ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജനുവരി 30 രാവിലെ സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് സൈൻ ബാഫക്കി പതാക ഉയർത്തും. തുടർന്ന് കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും മതവിദ്യാഭ്യാസം നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നീ വിഷയങ്ങളിൽ നടക്കുന്ന ചർച്ചാ സമ്മേളനത്തിന് SSF സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരിയും SYS സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരവും നേതൃത്വം നൽകും. സമാപന സമ്മേളനം SMA സംസ്ഥാന പ്രസിഡന്റ് KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ SMA ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ആവേലത്ത് സയ്യിദ് സുബൂർ തങ്ങൾ, ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ഹമീദ്, ഫിനാൻസ് സെക്രട്ടറി NC കോയക്കുട്ടി ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോഡ് സുരക്ഷാ ബോധവൽക്കരണവുമായി JCI കാലിക്കറ്റ് ചിൻസ്ട്രാപ്പ് ക്യാമ്പയിനും ക്ലാസുകളും നടത്തി. ജനങ്ങൾക്ക് അവബോധം നൽകി. ക്വിസ് മത്സരവും പ്ലക്കാർഡ് രചനാ മത്സരവും പരിപാടിയുടെ ഭാഗമായി നടന്നു.
JCI കാലിക്കറ്റ് റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചിൻസ്ട്രാപ്പ് ക്യാമ്പയിനും ക്ലാസുകളും സംഘടിപ്പിച്ചു. മാനാഞ്ചിറ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി കോഴിക്കോട് നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മളും അതെ വളരെ പ്രാധാന്യത്തോടുകൂടി ട്രാഫിക് നിയമങ്ങൾ പരിപാലിച്ചുകൊണ്ട് നല്ലൊരു ഉത്തമ പൗരന്മാരായി മാറാനുള്ള ഒരു ആദ്യ ചുവടുവെപ്പാണ് ഇതെന്നും കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി. പ്രസിഡന്റ് ആമിർ സുഹൈൽ, സെക്രട്ടറി ശ്രുതി കൃഷ്ണ, സോൺ ഡയറക്ടർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഗോകുൽ ജബി എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷാജു പി SPC വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ എടുത്തു. ഡോക്ടർ ആന്റോ ജോണിന്റെ നേതൃത്വത്തിൽ പ്ലക്കാർഡ് രചനാ മത്സരവും ഡോക്ടർ ആതിര ജോയിയുടെ നേതൃത്വത്തിൽ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ബൈക്ക് യാത്രികർക്ക് ഹെൽമറ്റ് ധരിക്കുന്നതിനുള്ള ബോധവൽക്കരണവും ശരിയായ രീതിയിൽ ചിൻസ്ട്രാപ്പ് ധരിക്കാനുള്ള പരിശീലനവും നൽകി. ആ ചിൻസ്ട്രാപ്പ് ഇടാത്തതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് വരുന്നത്, അപകടങ്ങൾ വരുന്നത്. അപ്പൊ ഹെൽമെറ്റ് എന്തെങ്കിലും തെറിച്ചു വീകും അപകടം പറ്റുന്ന സമയത്ത്. സാറ് പറഞ്ഞു തരും എന്താണെന്നുള്ളത്. മോഡൽ സ്കൂൾ SPO ഷീബയുടെ നേതൃത്വത്തിൽ SPC വിദ്യാർത്ഥികളും സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ടീമിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടപ്പാക്കിയത്. JCI കാലിക്കറ്റ് വൈസ് പ്രസിഡന്റ് നിഖിൽ വിശ്വനാഥ്, ഡയറക്ടർ മുസഫിർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യമുയർത്തി റിപ്പബ്ലിക് ദിനത്തിൽ ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിൽ SDPI അംബേദ്കർ സ്ക്വയറുകൾ സംഘടിപ്പിക്കും. കോഴിക്കോട്ടെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി K. ഷമീർ. റിപ്പബ്ലിക് ദിനത്തിലെ പാർട്ടി സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന ശീർഷകത്തിൽ അംബേദ്കർ സ്ക്വയർ പരിപാടി സംഘടിപ്പിക്കുക. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു പരമാധികാര റിപ്പബ്ലിക് ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. രാജ്യത്ത് നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയത്തിലൂന്നിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ, നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ മുന്നിൽ കൃത്യമായ ഒരു ഭരണഘടന നമുക്കുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം അതിനെതിരായി നിലകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലപ്പോഴും പാർലമെന്റിലും രാജ്യസഭയിലും ഉൾപ്പെടെ ഭരണഘടനയുമായി പങ്കെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ജനുവരി 26-ന് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും SDPI നേതൃത്വത്തിൽ അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിക്കും. പാർട്ടി ജില്ലാ സംസ്ഥാന നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി PV മുഹമ്മദ് ഷിജി, സൗത്ത് മണ്ഡലം പ്രസിഡന്റ് KP ജാഫർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KMCT സ്കൂൾ ഓഫ് ഡിസൈൻ ഉദ്ഘാടനം ജനുവരി 25-ന് നടക്കും. ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി ശശി തരൂർ MP ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് KMCT സാരഥികൾ അറിയിച്ചു. വിദ്യാർത്ഥികളും ആയിരക്കണക്കിൽ ജോലിക്കാരും പ്രാവീണ്യമേറിയ അധ്യാപകന്മാരും മറ്റും പ്രവർത്തിക്കുന്ന ഒരു മഹസ്ഥാപനമാണ് KMCT. ഇപ്പോൾ വ്യവസായി തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള KMCT കോളേജ് ഓഫ് ഡിസൈൻ ആ പ്രൊഫഷണൽ രംഗത്ത് ഒരു വേറൊരു പുതിയ കാലപ്പാണ്. KMCT ഡിസൈൻ എന്ന കരിയർ കോഴ്സ്, ഡിസൈൻ കരിയർ ഇന്ന് വളരെയധികം പ്രധാനം നേടിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ജോലി സാധ്യതകൾ വളരെയധികം കൂടിക്കൂടി വരികയാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ ക്രിയാത്മക മനോഭാവവും സൃഷ്ടിപരമായ കഴിവുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് KMCT സ്കൂൾ ഓഫ് ഡിസൈൻ ആരംഭിച്ചതെന്ന് KMCT ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ ഡോക്ടർ K. മൊയ്തു പറഞ്ഞു. KMCT സ്കൂൾ ഓഫ് ഡിസൈനിൽ ബാച്ചിലർ ഓഫ് ഡിസൈൻ, പ്രോഗ്രാമിംഗ്, പ്രൊഡക്റ്റ് ഡിസൈൻ, കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ഇന്ററാക്ഷൻ ഡിസൈൻ എന്നിങ്ങനെ 3 വ്യത്യസ്ത സ്പെഷ്യലൈസേഷനുകളിലായാണ് കോഴ്സ് പൂർത്തീകരിക്കുക. ആധുനിക രീതിയിലുള്ള പഠനാന്തരീക്ഷം, ക്ലാസ് മുറികൾ, ലാബുകൾ, പരിചയസമ്പന്നരായ അധ്യാപകർ എന്നിവയും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. KMCT സ്കൂൾ ഓഫ് ഡിസൈൻ ജനുവരി 25 ശനിയാഴ്ച പ്രവർത്തനം ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ KMCT സ്കൂൾ ഓഫ് ഡിസൈൻ ഡയറക്ടർ ഹാഷിം പടിയത്ത്, ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി ജിതിൻ, അസിസ്റ്റന്റ് മാനേജർ മുഹമ്മദ് സാലിം K എന്നിവരും പങ്കെടുത്തു. ഈ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ 25 നാളെ മുൻമന്ത്രിയും പാർലമെന്റ് അംഗവും ജേർണലിസ്റ്റും റിപ്പോർട്ടറും എല്ലാമായ ശ്രീ ശശി തരൂർ നിർവഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡോക്ടർ ജ്യോതിഷ് ഗോപിനാഥിന്റെ ദ കോപ്പീഡ് ഹൗസ് എന്ന പുസ്തകം ജനുവരി 25 പ്രകാശനം ചെയ്യും. ശ്യാം സുധാകർ പുസ്തകം ഏറ്റുവാങ്ങും. മേയർ ബീന ഫിലിപ്പ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സീനിയർ നെഫ്രോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ ഒരു ഇനീഷ്യേറ്റീവ്, ഒരു ഇംഗ്ലീഷ് പോയിംസിൻ്റെ ഒരു സമാഹാരം ദ കോപ്പീസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു 40ഓളം കവിതകളുടെ ഒരു സമാഹാരം നാളെ ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അത് പ്രകാശനം ചെയ്യുകയാണ്. കോഴിക്കോട് ഇക്ര ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ സീനിയർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജ്യോതിഷ് ഗോപിനാഥിന്റെ ദ കോപ്പീഡ് ഹൗസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജനുവരി 25 JDT കോളേജ് ഓഫ് നഴ്സിംഗിലെ സെമിനാർ ഹാളിൽ നടക്കും. ഡോക്ടർ PC അൻവർ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ് മുഖ്യാതിഥിയെ പങ്കെടുക്കും. സാഹിത്യകാരൻ AC ശ്രീഹരി പുസ്തകം പരിചയപ്പെടുത്തും. ശ്യാം സുധാകർ പുസ്തകം ഏറ്റുവാങ്ങും. ഡോക്ടർ V ഇദ്രീസ്, ജാനമ്മ കുഞ്ഞുണ്ണി, KP ജയചന്ദ്രൻ, ഡോക്ടർ ഷംസുദ്ദീൻ M തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ഇക്ര ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അൻവർ PC, ഗ്രന്ഥകാരൻ ഡോക്ടർ ജ്യോതിഷ് ഗോപിനാഥ്, അബ്ദുറഹിമാൻ E എന്നിവർ സംബന്ധിച്ചു. അദ്ദേഹം ഈ സാഹിത്യ മേഖലയിൽ ഒരുപാട് ഒറ്റപ്പെട്ട ചില സംഗതികൾ ചെയ്യാറുണ്ട്. എന്നാലും ഇതുപോലെയുള്ള സമാഹാരം ആദ്യമായിട്ടാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ബ്രൂവറിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് രമേശ് ചെന്നിത്തല. പോഷ് നിയമപ്രകാരമുള്ള ആഭ്യന്തര കമ്മിറ്റികൾ എല്ലാ സ്ഥാപനങ്ങളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ MP സൂര്യദാസിന് NIT-യുടെ ആദരം. തെരുവ് നായശല്യത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പന്നിയങ്കര ഹെൽത്ത് ഓഫീസിന് മുന്നിൽ ലീഗ് വനിതാ കമ്മിറ്റിയുടെ പ്രതിഷേധ സംഗമം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.